ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഒരിക്കലും അറിയരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മറച്ചു വെക്കുന്ന ആ ഒരു കാര്യം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറലൈസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലോസർ സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ നിങ്ങളിൽ നിന്നും നിങ്ങൾ ഒരിക്കലും അറിയരുത് എന്ന് വിചാരിച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്ന ആ ഒരു കാര്യം എന്താണ് എന്നതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്ന ആ ഒരു കാര്യം എന്താണ്, നിങ്ങൾ ഒരിക്കലും അറിയരുത് എന്ന് അവർ വിചാരിക്കുന്ന ആ ഒരു കാര്യം എന്താണ് എന്നതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്ന ആ ഒരു കാര്യം, നിങ്ങൾ ഒരിക്കലും അറിയരുത് എന്ന് അവർ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എന്താണെന്ന് നോക്കാം. ഓക്കെ, ഓക്കെ, എന്ത് കാര്യമാണ് അവരെ നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നത്, അതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ലാസ്റ്റ് കാർഡ്. ഓക്കെ, നമുക്ക് ഈ കാർഡുകൾ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ കാർഡുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി മുതൽ മാക്സിമം എനിക്ക് പറ്റുന്ന ഒത്തിരി കമൻറ്റുകൾ ഞാൻ കണ്ടു ഷഫിൾ ചെയ്തിട്ട് കാർഡുകൾ എടുക്കാനായിട്ട് വന്നിട്ട്, അപ്പോൾ ഇനി മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഷഫിളിങ് ചെയ്ത് കാർഡ് റീഡിങ്ങുകൾ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നിങ്ങൾ അറിയരുതെന്ന് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഫസ്റ്റ് കാർഡ് നോക്കുമ്പോൾ നമുക്ക് നൈൻ ഓഫ് വാൻഡ്സ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇതൊരു അവരെ തന്നെ അവർ സംരക്ഷിച്ച് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് ഈ ഒരു കാർഡിൽ കാണാനായിട്ട് പറ്റുന്നത്. അവർക്ക് അവരുടെ കുറെ കാര്യങ്ങളുണ്ട്. അവർക്ക് മുന്നേ ഈ ഒരു പാസ്റ്റിൽ വളരെ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടാക്കിയ എക്സ്പീരിയൻസസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി സ്വന്തം ആ ഒരു പാസ്റ്റിൽ അവർ ഉണ്ടായിരുന്ന സമയത്ത് അതിൽ നിന്ന് കുറെ പാഠങ്ങൾ അവർ പഠിച്ചു. അപ്പൊ ആ ഒരു കാര്യങ്ങൾ കൊണ്ട് ഇവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വേദനകളും ട്രോമാസിലൂടെ ഒക്കെ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ആരുടെയും മുന്നിൽ ആ ഒരു യഥാർത്ഥമായിട്ടുള്ള അവരുടെ ഫീലിങ്സുകൾ തുറന്നു കാണിക്കില്ല എന്നവർ തീരുമാനിച്ചിരിക്കുകയാണ്. അത് മറച്ചു വെക്കാനാണ് അവരുടെ ശ്രമം. കുറച്ചു കാര്യങ്ങൾ എല്ലാം എല്ലാവരോടും പറയേണ്ട, കുറച്ചു കാര്യങ്ങൾ ഞാൻ എൻ്റെതാക്കി മാറ്റി വെക്കേണ്ടതുണ്ട് എന്ന രീതിയിൽ അവരത് മറച്ചു വെക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് കഴിയുമോ എന്നൊരു പേടിയും അവർക്കുള്ളതായിട്ട് നമുക്ക് ഈ ഒരു 9 ഓഫ് വാൻഡ്സിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് കിങ് ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡാണ്. അപ്പൊ അവര് പുറത്ത് നല്ലൊരു ശക്തനും അതുപോലെ തന്നെ കുറച്ച് ആത്മവിശ്വാസമുള്ള, നല്ല സെൽഫ് കോൺഫിഡൻസ് ഉള്ള, ലീഡർഷിപ്പ് ഉള്ള ഒരു വ്യക്തിയായിട്ടൊക്കെ തോന്നും. വളരെ ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ ഒരു സ്ട്രെങ്ത് ഉള്ള, ഒരു ഗട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടൊക്കെ തോന്നും. അല്ലെങ്കിൽ അങ്ങനെ തോന്നണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ കാണുന്നവർ അങ്ങനെ കണ്ടാൽ മതി, എനിക്ക് ഇത്ര ഇൻസെക്യൂരിറ്റീസും വൾണറബിലിറ്റിയും അതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് കുറച്ച് പേടിയുണ്ട്, ഇതൊന്നും ആരും അറിയണ്ട, ഞാനൊരു ശക്തനാണ് അല്ലെങ്കിൽ ഞാൻ ഇച്ചിരി റൂഡാണ് എന്ന രീതിയിൽ ആളുകൾ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മതി എന്നുള്ളതാണ് ഈ ഒരു പേഴ്സണൽ ചിന്തിക്കുന്നത്. എന്നാൽ ഉള്ളിൽ അത്ര ഒരു റൂഡായിട്ടുള്ള ഒരു വ്യക്തിയൊന്നും അല്ല ഈ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ അത്ര ഒരു ബോൾഡായിട്ടുള്ള ഒരു വ്യക്തിയുമല്ല. വളരെ സോഫ്റ്റ്നെസ്സോട് കൂടിയ ഒരു ഹാർട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ ഒരു പേഴ്സൺ എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. അവരുടെ ആ ഒരു സോഫ്റ്റ്നെസ് ഉള്ള ആ ഉള്ളിൻ്റെ ഉള്ളിൽ ആരും കാണണ്ട, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ കാണരുത് എന്നാണ് അവരുടെ ആഗ്രഹം. എന്ത് കാര്യം വന്നാലും വളരെ ബോൾഡായിട്ട് നിന്ന കാര്യങ്ങൾ ചെയ്യാനും, അതുപോലെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും മുന്നിലിറങ്ങി നിന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ധൈര്യമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ ഒരു പേഴ്സണെ നിങ്ങൾ കാണണമെന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇൻസെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഇവർ ജസ്റ്റ് ഒളിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരെ ശക്തനായിട്ട് കാണാനായിട്ട്, അല്ലെ ശക്തിയായിട്ട് നല്ല സ്ട്രോങ് പേഴ്സണാലിറ്റി ഉള്ളൊരു പേഴ്സൺ ആയിട്ട് മറ്റു ആളുകൾ കാണണം, അല്ലെ പ്രത്യേകിച്ച് നിങ്ങൾ കാണണം എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ അവർ മറച്ചു വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ വരുന്നത് 5 ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ്. ഇവിടെ പാസ്റ്റിലെ പല നഷ്ടങ്ങളും അതുപോലെ റിഗ്രറ്റുകളും ഇവരുടെ മനസ്സിൽ ഉണ്ട്. ആ പാസ്റ്റിലെ
നഷ്ടങ്ങളും ഒരു കുറ്റബോധവും ഒക്കെ ഇവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാകാം. ആ ഒരു വേദന നിങ്ങൾ അറിയുകയാണെങ്കിൽ അവർ ഒരു ദുർബലനായി തോന്നുമോ, നിങ്ങൾ അവരെ ഒരു ദുർബലനായിട്ടോ അല്ലെങ്കിൽ ഒരു മോശക്കാരനോ ഒക്കെ ആയിട്ട് കാണുമോ എന്നൊരു പേടി അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ പാസ്റ്റിലെ കാര്യങ്ങൾ എക്സ്പീരിയൻസസ് ഒക്കെ ഷെയർ ചെയ്യുന്ന ടൈമിൽ ഇവർക്ക് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ പാസ്റ്റിലെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അതിൽ നിന്നായിട്ടുള്ള വിഷമങ്ങളായിരിക്കാം, ട്രോമാസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിലെ അബ്യൂസോ ചൈൽഡ്ഹുഡ് ട്രോമാസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഇങ്ങനെ നിങ്ങളത് അറിഞ്ഞു കഴിയുമ്പോൾ അതിനൊരു മോശക്കാരനായിട്ടോ അല്ലെങ്കിൽ ഒരു വളരെ സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടോ ഒക്കെ കാണുമോ എന്ന് ഇവർ ഭയപ്പെടുകയാണ്. അവരുടെ ഒരു ഓവർ തിങ്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് അത്. അല്ലെങ്കിൽ അവർ പാസ്റ്റിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന അവരെ തന്നെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും ആ ഒരു കാര്യങ്ങളൊന്നും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. അതാണ് അവർ മറച്ചു പിടിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നു. കുറേ ആളുകളുടെ എനർജീസ് വരുന്നതുകൊണ്ട് തന്നെ ഇതിൽ ഏതൊക്കെയോ ഒരു കാര്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മറച്ചു പിടിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ വരുന്നത് 3 ഓഫ് പെന്റിക്കിൾസിന്റെ ഒരു കാർഡാണ്. അവർ ജീവിതത്തിൽ കുറേയേറെ കാര്യങ്ങൾ ഒരു ക്രമീകരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജി വരുന്നുണ്ട്. പല പല കാര്യങ്ങൾ അവർക്കുണ്ട്, അതെല്ലാം ഒരു സെറ്റിൽ ചെയ്ത് ഒരേ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമിക്കുന്നു. ഇപ്പോഴും ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റിയിലേക്ക്, ഒരു സ്ഥിരതയിലേക്ക് വരാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. അതായത് മാനസികമായിട്ടും അതുപോലെ തന്നെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടും ഫിസിക്കലായിട്ടും ഉള്ള കാര്യങ്ങളിലൊന്നും അവർക്കൊരു സെറ്റിൽ ഡൗൺ ചെയ്യാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. ഒരു കംപ്ലീറ്റ്നെസ് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഈ ഒരു പൂർണ്ണമാകാത്ത അല്ലെങ്കിൽ ഒരു പക്വതയില്ലാത്ത ഒരു മെച്യൂർ ആയിട്ടുള്ള ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉള്ളിലുണ്ട്. ഇത് നിങ്ങൾ കാണരുത് എന്നാണ് അവരുടെ ഒരു ആഗ്രഹം. അല്ലെങ്കിൽ അവർക്ക് പാളിപ്പോയ കാര്യങ്ങൾ, അവരുടെ ലൈഫിൽ പാളിപ്പോയ ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവരെ ഒരു കംപ്ലീറ്റ്നെസ് ഇല്ല, അതായത് പൂർണ്ണത ഇല്ലാത്തൊരു വ്യക്തിയായിട്ട്, അല്ലെങ്കിൽ അയ്യോ ഇവർക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ ഇത്, ആ ഒരു രീതിയിൽ നിങ്ങൾ കാണരുതെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു കാര്യങ്ങൾ അവർ ജസ്റ്റ് മറച്ചു വെക്കുന്നു എന്നുള്ളതാണ്. പിന്നെ പേജ് ഓഫ് കപ്സ് ആണ്. ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ ഒരു സ്നേഹവും നന്മയും ഒക്കെ ഉണ്ട്, വളരെ സിമ്പതി ഉണ്ട്, അതുപോലെ എമ്പതി ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അത് തുറന്നു കാണിക്കാനായിട്ട് അവർ പേടിക്കുന്നു. അവരുടെ ശരിക്കുമുള്ള സത്യസന്ധമായ ആ ഒരു സ്നേഹഭാവം നിങ്ങൾ അറിഞ്ഞാൽ അവർക്ക് അവരുടെ ഒരു നിയന്ത്രണം നഷ്ടപ്പെടുമോ എന്ന് അവർക്ക് തോന്നുകയാണ്. അതായത് ഇപ്പൊ അവർ പുറത്ത് കാണിക്കുന്നത് ഒരു 20% ഉള്ള ഫീലിങ്സും കാര്യങ്ങളും മാത്രമാണെങ്കിലും അവർക്ക് നിങ്ങളോടൊരു 100% ഫീലിങ്സ് ഉണ്ട്. ആ ഒരു ഫീലിങ്സ് എല്ലാം കൂടി നിങ്ങളുടെ അടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു പേഴ്സണ് തന്നെ അവരുടെ ഒരു ലൈഫിന്റെ തന്നെ ഒരു കൺട്രോൾ നഷ്ടപ്പെടുമോ. കാരണം അവർക്ക് പാസ്റ്റിൽ കുറെ എക്സ്പീരിയൻസ് കിട്ടിയത് കൊണ്ട് തന്നെ അവർക്ക് അത് ഒരു പേടിയാണ്. ആ ഒരു പേടിയാണ് അവർക്ക് ആ ഒരു നിങ്ങളോടുള്ള ഇഷ്ടവും കെയറിങ്ങും ഒക്കെ പുറത്ത് കാണിക്കാതെ ഇങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളൊന്നും മറച്ചു പിടിച്ചിരിക്കുന്നതിനൊരു കാരണം എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഏസ് ഓഫ് കപ്സിന്റെ ഒരു എനർജി നമുക്കിവിടെ വരുന്നുണ്ട്. പുതിയ പുതിയ ഫീലിങ്സുകൾ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ചേർന്ന് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ഈ ഒരു പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്ന എനർജീസ് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സെപ്പറേഷൻ ഉള്ള ആളുകളുടെ ഒരു ഫീലിങ്സ് കൂടി ഇതിനകത്ത് കയറി വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് സെപ്പറേഷൻ അല്ലെങ്കിൽ കൂടിയും ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ആ ഒരു സ്റ്റേജിൽ നിന്ന് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ലെവൽ തന്നെ വേറെ ഇതിലേക്ക് മാറ്റണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അത് നിങ്ങളോട് പങ്കുവെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇത്രയും ഒരു ബോൾഡായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ മെച്യൂരിറ്റി ക്യാരക്ടറിൽ പക്വതയോടെയൊക്കെ നിൽക്കുന്ന ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾ ഈ രീതിയിലുള്ള സംസാരങ്ങളോ അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് രീതിയിലുള്ള പെരുമാറ്റങ്ങളോ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നവർ ചിന്തിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പറയുന്ന സമയത്ത് ഈ ഒരു പേഴ്സൺ എന്നെ വില കുറിച്ച് കാണുമോ എന്ന രീതിയിൽ അവർ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചിന്തകളൊക്കെ അവർ നിങ്ങളിൽ നിന്ന് ജസ്റ്റ് മറച്ചു വെക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ 2 ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡ് നമുക്കിവിടെ വരുന്നുണ്ട്. അതൊരു നിർണായകമായ ഒരു വഴിത്തിരിവിലേക്കാണ് ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകുന്നത്. അതായത് ഫ്യൂച്ചറിൽ ഇത് പല കാര്യങ്ങളും ഇവർ മറച്ചു വെച്ചിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയരുത് എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളും ഇതിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നുണ്ട്. ഇത് അതുകൊണ്ട് തന്നെയാണ് ഇത് നിങ്ങൾ അറിയരുത് എന്ന് അവർ
വിചാരിക്കുന്നതും. കാരണം ഫ്യൂച്ചറിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ് എന്നാണ് നമുക്ക് ഈ ഒരു 2 ഓഫ് വാൻസിൽ നിന്ന് മനസ്സിലാകുന്നത്. പിന്നെ വരുന്നത് കിങ് ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ്. ഇവിടെ വികാരങ്ങൾ വളരെ ആഴമുള്ളതാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ ഒരു പേഴ്സന്റെ മനസ്സിനുള്ളിലുള്ള ഫീലിങ്സുകൾ വളരെയധികം ആഴത്തിൽ ഡീപ്പിലുള്ളതാണ്. പക്ഷെ ആ ഒരു ആഗ്രഹങ്ങളും അവരുടെ ആ ഒരു സന്തോഷങ്ങളും അവരുടെ ആ ഒരു ഫീലിങ്സുകളൊക്കെ അവര് സ്വയം ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വെക്കുന്നു. അവർ സത്യസന്ധമായ ആ ഒരു വികാരങ്ങൾ പുറത്ത് വരാതിരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞു ഓൾറെഡി. ഒരു 100% അവർ ചിന്തിക്കുന്ന ഒരു കാര്യം ഒരു 25% മാത്രമാണ് പുറത്തേക്ക് വിടുന്നുള്ളൂ. ബാക്കി അവർ സപ്രസ് ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് മെയിനായിട്ട് മനസ്സിലാവുന്നത് ഈ ഒരു പാസ്റ്റിൽ ഈ വ്യക്തി ഇങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ്. അവർ വളരെയധികം ഓപ്പൺ ആയിട്ട് ഈ ഒരു ഇവരുടെ ഫീലിങ്സുകളെല്ലാം തുറന്ന് പറഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. അവർക്ക് എവിടേക്കോ എന്തൊക്കെയോ പാളിച്ചകൾ വന്നതുകൊണ്ട് അവർ അതിൽ നിന്ന് കുറച്ച് എക്സ്പീരിയൻസ് നേടി ഇവരുടെ ഒരു ക്യാരക്ടർ ഇങ്ങനെയായിട്ട് സെറ്റ് ചെയ്ത് മാറ്റിയിരിക്കുന്നതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ ഏസ് ഓഫ് സോഡ്സിന്റെ എനർജി വരുന്നുണ്ട്. ഇവിടെ ഒരു ശരിക്കും ഒരു സത്യമായതും വ്യക്തതയുള്ളതുമായ കുറേ കാര്യങ്ങൾ ഇവരുടെ ഉള്ളിലുണ്ട്. അവരത് പറയാത്ത ഒരു സത്യമാണ് എന്ന് മനസ്സിലാക്കുക. അത് വെളിപ്പെടുത്തിയാൽ കാര്യങ്ങൾ എല്ലാം മാറുമെന്ന് അവർ കരുതിയാണ്. അപ്പോൾ എന്തോ ഒരു കാര്യം അവർക്ക് മറച്ചു വെക്കാനുണ്ട് എന്ന് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഒരു സത്യം അത് തന്നെയാണ് നമുക്ക് 2 ഓഫ് വാൻസിലും മനസ്സിലാക്കാനായി സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ഫ്യൂച്ചറിൽ അത് ഈ ഒരു റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ ബാധിക്കും എന്ന് ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു കാര്യം അവർ മറച്ചു വെക്കുന്നു എന്നുള്ളതാണ്. അതാണ് നമുക്കിവിടെ മെയിൻ കാണുന്നത്. എന്താണ് ആ ഒരു കാര്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. 10 ഓഫ് സോഡ്സിന്റെ ഒരു എനർജി വരുമ്പോഴത്തേക്കും വലിയൊരു മാനസിക വേദനയോ ദ്രോഹമോ ഒക്കെ അവർ അനുഭവിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് നമുക്ക് ഈ 10 ഓഫ് സോഡ്സിൽ നിന്ന് മനസ്സിലാകുന്നത്. അത് നമുക്ക് ആദ്യമേ തന്നെ മനസ്സിലായായിരുന്നു. ഒരു ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉള്ള വ്യക്തിയായിരുന്നിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിൽ റിലേഷൻഷിപ്പിൽ നിന്ന് ഒത്തിരി ട്രോമാസ്, വേദനയും വിഷമവും ഡിപ്രഷനിലൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ ആ മുറിവുകൾ, ആ ട്രോമകൾ, ആ വിഷമങ്ങളൊന്നും നിങ്ങൾ അറിയരുത്. അതായിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നത്. കാരണം അത് അവരുടെ ഏറ്റവും ഒരു ദുർബലമായ ഒരു അവസ്ഥയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ലൈഫിന്റെ ദുർബലമായ ഒരു ഘട്ടമായിരുന്നു അത്. ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ അറിയരുത് എന്നാണ് ഈ ഒരു പേഴ്സൺ മനസ്സിൽ ചിന്തിക്കുന്നത്. ഓക്കെ, 4 ഓഫ് കപ്സിന്റെ എനർജിയിലേക്ക് വരുമ്പോഴത്തേക്കും അവർ പുറത്ത് വളരെ ഈസി ആയിട്ടും ഒരു നല്ല ജെന്റിലായിട്ടും ഹാപ്പി ആയിട്ടും കാമായിട്ടും ഒക്കെ തോന്നാം. പക്ഷെ യഥാർത്ഥത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു സംഘർഷവും പ്രശ്നങ്ങളും ഒക്കെ മറയ്ക്കാനുള്ള ശ്രമം മാത്രമാണ് പുറത്ത് അവർ വളരെ ജെന്റിലായിട്ടും കാമായിട്ടും ഹാപ്പി ആയിട്ടൊക്കെ കാണിക്കുന്ന ആ ഒരു പ്രകൃതം എന്നുള്ളതാണ്. പിന്നെ വരുന്നത് 6 ഓഫ് കപ്സ് ആണ്. അവരിപ്പോഴും ആ ഒരു പഴയ ഓർമ്മകളിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നു. അതാണ് പാസ്റ്റിലെ മെമ്മറീസിലാണ് അവർ കുടുങ്ങിക്കിടക്കുന്നത്. ആ ഒരു റിലേഷൻഷിപ്പോ അനുഭവമോ ഒന്നും നിങ്ങൾ അറിയരുത് എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് അവരെ വളരെയധികം ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവും. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പോ അതിൽ നിന്നുണ്ടായ ട്രോമാസോ അനുഭവങ്ങളോ ഒന്നും നിങ്ങൾ അറിയരുത് എന്നിവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ മുൻകാലങ്ങളിലുണ്ടായ തർക്കങ്ങളോ തെറ്റായ തീരുമാനങ്ങളോ ഒക്കെ നടത്തിയിട്ടുണ്ടാവും ആ ഒരു റിലേഷൻഷിപ്പിൽ. അത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാഴ്ചപ്പാട്, ഈ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മൊത്തത്തിൽ മാറുമെന്നുള്ളൊരു പേടി ഈ ഒരു പേഴ്സൺ ഉണ്ട്. അതാണ് ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ അറിയരുത് എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഈ ഒരു കാർഡുകൾ പറയുന്നത് അവര് നിങ്ങളിൽ നിന്നും മറയ്ക്കുന്നത് അവരുടെ ഒരു ശരിക്കും ഒരു ദുർബലത, ഒരു പഴയ വേദന, അല്ലെങ്കിൽ അവരുടെ ഒരു കംപ്ലീറ്റ്നെസ് അല്ലാത്ത ഒരു അപൂർണമായിട്ടുള്ള ആ ഒരു മെന്റൽ സ്റ്റാറ്റസ്, കൂടാതെ നിങ്ങളോടുള്ള ആ ഒരു ശരിക്കുമുള്ള ആ ഒരു സ്നേഹവും കെയറിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം അവർ ശക്തമായ ഒരു അവർ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്ന് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നു. നിങ്ങൾ അവരുടെ ഉള്ളിലെ ആ ഒരു സത്യാവസ്ഥ, ആ ഒരു സോഫ്റ്റ്നെസ് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ബന്ധം മാറിപ്പോകുമോ എന്നുള്ളൊരു പേടി, ഇതാണ് ഇതിലെ പ്രധാന കാരണമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, യൂണിവേഴ്സിൽ നിന്ന് വരുന്ന ഈ ഒരു കാർഡുകൾ വെച്ചിട്ടുള്ള തന്നെ ഗൈഡൻസ് നോക്കുകയാണെങ്കിൽ, നിങ്ങളൊരു സമ്മർദ്ദം ഫോഴ്സ് കൊടുക്കാതിരിക്കുക, സമ്മർദ്ദം ചെലുത്താതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഗൈഡൻസ്. ഈ ഒരു റിലേഷൻഷിപ്പ് വേഗത്തിലാകാൻ വേണ്ടി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാകാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് പോകാൻ, നിങ്ങൾ ചിലപ്പോൾ എൻഗേജ്മെൻറ്റോ മാരേജോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേഗം
വേഗത്തിൽ പോകാനായിട്ട് ശ്രമിച്ചാൽ അവർ പിന്നോട്ട് പോകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. ശാന്തമായ ഒരു രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വളർത്തേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. ഇവിടെ ഏറ്റവും പേഷ്യൻസ് ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ക്ഷമ കൈക്കൊള്ളാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ, അതാണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ ഒരു നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അവർ തുറന്ന് സംസാരിക്കാനായിട്ട് അവരെ തയ്യാറാക്കുക. നിങ്ങൾ ഒരു ജഡ്ജ്മെൻറ്റോടു കൂടി കേൾക്കുന്ന ഒരാളല്ല എന്ന് അവർക്ക് മനസ്സിലാകണം. അപ്പോൾ ചെറിയ ചെറിയ സത്യസന്ധമായ ഒരു കോൺവെർസേഷനുകൾ അവർക്കൊരു വിശ്വാസം കൂട്ടും. അതുണ്ടാക്കിയെടുക്കുന്നതോടുകൂടി അവർ നിങ്ങളിലേക്ക് കുറച്ച് ഓപ്പണായി വരാനുള്ളൊരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ഇവരോട് നിങ്ങൾ കാണിക്കുന്ന ആ ഒരു ഫീലിങ്സുകൾ, ഇതിൽ വരുന്ന ഉയർച്ച താഴ്ചകളുണ്ടല്ലോ, അപ്പോൾ കുറച്ച് ആ ഒരു ഒരേ സ്റ്റേബിൾ ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു വ്യക്തിയോട് പെരുമാറാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ വിശ്വസിക്കാവുന്ന ഒരാളാണ് എന്നൊരു ബോധ്യം അവർക്ക് വരണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരേ രീതിയിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫീലിങ്സുകൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക, പരമാവധി അങ്ങനെ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ ഒരു ഫീലിങ്സുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് വെക്കുക. അവരെ മാത്രം ചുറ്റിപ്പറ്റി ചിന്തിക്കാതെ നിങ്ങളുടെ ജീവിതവും സന്തോഷവും നിലനിർത്തുക. ഇത് നിങ്ങളെ കൂടുതൽ ഒരു അട്രാക്ഷൻ ഉള്ള ഒരു വ്യക്തിയേക്ക് മാറ്റാനുള്ള ഇടയാക്കും. ആ ഒരു അട്രാക്ഷൻ നിങ്ങളുടെ പേഴ്സണിലേക്കും ചെല്ലും. ആ ഒരു പോസിറ്റീവ് അട്രാക്ഷൻ വഴി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വീണ്ടും അട്രാക്ഷനായിട്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വീണ്ടും തിരികെ വരാനുള്ള ചാൻസ് കൂടും. ഒരു പോസിറ്റീവ് വൈബ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നിങ്ങളുടെ ജീവിതവും സന്തോഷവും ഒരു സ്ഥലത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സണെ അത്യാവശ്യ കാര്യങ്ങളിൽ നല്ല രീതിയിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ എപ്പോഴും ഒരു സൗഹൃദം ശക്തമായി എടുത്തുകൊണ്ട് വരാനായിട്ട് ശ്രമിക്കുക. ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ജഡ്ജ്മെൻറ്റുകളില്ലാതെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട്, റൊമാൻറ്റിക് പ്രതീക്ഷകൾക്ക് മുൻപ്, അതായത് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പ്രതീക്ഷിക്കാതെ ഒരു നല്ല ഒരു ഫ്രണ്ട്ഷിപ്പിന് ഇട്ടുകൊണ്ട് ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കുക. ഇത് ഒരു റിലേഷൻഷിപ്പിനെ സ്വാഭാവികമായും ആഴത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് തന്നെയാണ്. അവര് ഒരു തയ്യാറാകുന്ന, അല്ലെങ്കിൽ അവര് മനസ്സുകൊണ്ട് അവരെപ്പോൾ ഒരു നല്ല റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാനായിട്ട് തയ്യാറാകുന്ന ഒരു സമയത്തെത്തി, ആ ഒരു സമയത്ത് എത്തുന്നത് വരെ അവർക്ക് ഒരു സ്പേസ് കൊടുക്കുക, അവരെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോരുത്തർക്കും ഹൃദയം തുറക്കാനായിട്ട് സ്വയം സമയം വേണം. അത് അവർ റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ അവർ കൂടുതലായിട്ടും അത് നമ്മുടെ അടുത്തേക്ക് വരും എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി നിലനിർത്താനായിട്ട് ശ്രമിക്കുക. ചെറിയ സന്തോഷങ്ങൾ, ലളിതമായ നിമിഷങ്ങൾ, ഇതൊക്കെ പങ്കിടുക. അപ്പോൾ ആ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഭാരം അല്ലെങ്കിൽ ഒരു ആശ്വാസം, ഒരു പീസ് അവർക്ക് അനുഭവപ്പെടണം. അപ്പോൾ നിങ്ങളുമായിട്ട് കൂടുതലായിട്ടും അവർ മിങ്കിളാകാനായിട്ടും കാര്യങ്ങൾ സംസാരിക്കാനായിട്ടും അവർ ഓപ്പൺ അപ്പ് ആവാനായിട്ടുള്ളൊരു അവിടെ ഒരു ഇടയുണ്ടാകും എന്നുള്ളതാണ്. അപ്പം മെയിനായിട്ടും പേഷ്യൻസ് വേണം. പിന്നെ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഈ ഒരു വ്യക്തിക്ക്. പിന്നെ സത്യസന്ധമായിട്ടുള്ള ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. ഇതെല്ലാം ഉണ്ടാകുമ്പോൾ അവിടെ ഒരു റിലേഷൻഷിപ്പിന് ഒരു പുരോഗതി ഉണ്ടാകും എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു വരുന്നത്. നിങ്ങളൊരു സുരക്ഷിതവും ശാന്തവുമായ ഒരിടമാകുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് എല്ലാം ഓപ്പണായി പറഞ്ഞ് നിങ്ങളിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗൈഡൻസുകൾ. പിന്നെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങളോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ആഴത്തിലുള്ള ഒരു ആകർഷണം നിങ്ങളോടുണ്ട്. അവർക്ക് നിങ്ങളോട് ശരിക്കും പറഞ്ഞ ഒരു സാധാരണ ഇഷ്ടം മാത്രമല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ ശക്തമായൊരു ആകർഷണമുണ്ട്. പക്ഷെ അത് പുറത്ത് കാണിക്കുമ്പോൾ അവർ കുറച്ചൊന്ന് പിടിച്ചു വെക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ ഒരു ഫീലിങ്സിൽ താൻ കൂടുതലായിട്ട് മുങ്ങിപ്പോകുമോ, പാസ്റ്റിൽ നടന്നതുപോലെ ഞാൻ അതിൽ മുങ്ങിപ്പോയി, ഞാൻ അതിൽ പെട്ടുപോകുമോ, ഈ ഒരു പേഴ്സൺ എന്നെ വേണ്ടാന്ന് വെച്ചിട്ട് വീണ്ടും ഞാൻ ആ ഒരു വളരെ വിഷമത്തിലൂടെ കടന്നു പോകേണ്ട ഒരു അവസ്ഥ എനിക്ക് വരുമോ എന്ന് പേടിച്ചത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വ്യക്തി ഇങ്ങനെ ജസ്റ്റ് വിട്ടു നിൽക്കുന്നത് എന്നുള്ളതാണ്. അവരുടെ മനസ്സിൽ ആ ഒരു പേടി ഉണ്ടാകുന്നു. വീണ്ടും എനിക്ക് വേദന ഉണ്ടാകുമോ, ഞാൻ വേദനിക്കുമോ എന്ന് അവരോട് തന്നെ അവർ ചോദിക്കുകയാണ്. പഴയ അനുഭവങ്ങൾ അവരുടെ ഈ ഒരു ഫീലിങ്സിനെ പിടിച്ചു നിർത്തുന്നു എന്നുള്ളതാണ്. അവർക്ക് നിങ്ങളെ ശ്രദ്ധിക്കാനും അതുപോലെ സംരക്ഷിക്കാനും ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് തുറന്നൊരു സ്നേഹപ്രകടനം ആകണമെന്നില്ല, ഉള്ളിൻ്റെ ഉള്ളിലാണ്. പക്ഷെ
നിശബ്ദമായ ഒരു കരുതൽ എന്നും അവർക്ക് നിങ്ങളോട് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അവരുടെ ഒരു ഫീലിങ്സുകൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പം വളരെയധികം അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രതീക്ഷ വെക്കുന്നുണ്ട്, നിങ്ങളോടൊപ്പം ഒരു നല്ല റിലേഷൻഷിപ്പിൽ വളരാമെന്നുള്ളൊരു ചിന്തയൊക്കെ അവർക്കുണ്ട്. പക്ഷെ അതിൽ പൂർണ്ണമായിട്ടും മുങ്ങാനായിട്ട് അല്ലെങ്കിൽ അതിലേക്ക് പൂർണ്ണമായിട്ടും കടന്നു വരാനായിട്ട് അവർ സമയമെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സമയം എടുക്കുമ്പോൾ നിങ്ങൾ അവർക്ക് സമയം കൊടുക്കുക. നമ്മൾ ഓൾറെഡി ഗൈഡൻസ് മെസ്സേജിൽ കണ്ടു, അതിന് വേണ്ടിയിട്ട് അവർക്ക് സമയം കൊടുക്കുക, അവരുടേതായ ഒരു സ്പേസ് അവരുണ്ടാക്കട്ടെ. റെസ്പെക്റ്റോടുകൂടി അവരുടെ കാര്യങ്ങൾക്ക് റെസ്പെക്റ്റ് കൊടുത്ത് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഒരു ഫ്രണ്ട്ഷിപ്പ് ആദ്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അതിന് ശേഷം ഒരു നല്ല രീതിയിലുള്ള കോൺവെർസേഷൻ ഉണ്ടാകുമ്പോൾ അവിടെ നിങ്ങളെ ഒരു സേഫ് പ്ലേസ് ആയിട്ട് അവർ കാണുകയും പിന്നീട് അതൊരു നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് വരും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്ലൂ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയ് മന്ത് ആണ് നമുക്കിവിടെ കിട്ടുന്ന ഫസ്റ്റ് ക്ലൂ. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നതിന് ഗോൾഡൻ കളർ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. 6 days എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. യെല്ലോ കളർ, ഡ്രോയിങ് എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നുണ്ട്. ലെറ്റർ സി, നമ്പർ 36, നമ്പർ 42, 2 days, നമ്പർ 24, നമ്പർ 49, റോസ് കളർ, 1994. റെയിൻബോ സയൻസ് ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. 1996 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. 222 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ, ചെസ്, നമ്പർ 25, നമ്പർ 44, മ്യൂസിക് എന്ന് പറയുന്ന ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. 1987, കോട്ടയം ജില്ല, യോഗ, 1979, നമ്പർ 5, സെക്കൻഡ് സ്റ്റഡ് ഇട്ടിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ സെക്കൻഡ് സ്റ്റഡ് ഇട്ടിട്ടുള്ള വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട്. നെയിൽ പോളിഷ് എന്ന് പറയുന്ന ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫ്ലവേഴ്സ്, ജൂൺ മന്ത്, 1992, 2004, ഹോണസ്റ്റ്, മെസ്സി ആയിട്ടുള്ള ഹെയർ സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. മലപ്പുറം ജില്ല, 1997, നമ്പർ 10, നമ്പർ 48, നമ്പർ 56, 2023, within 72 hours, ചാരിറ്റി എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. പർപ്പിൾ കളർ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. നമ്പർ 13, പെയിന്റിങ്, ആക്ടിങ്, ലെറ്റർ N, നമ്പർ 31, നമ്പർ 53, നമ്പർ 46, ആർട്ടിസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. എന്ത് കാര്യം വിചാരിച്ചിട്ടാണോ നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുമോ എന്നൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഇസ് പോസിബിൾ എന്നാണ് നമുക്കിവിടെ ലാസ്റ്റ് കിട്ടുന്ന ക്ലൂ. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്.